ഹായ്. അപ്പോൾ സന മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ചക്കയപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ല പഴുത്ത ചക്ക, പഞ്ചസാര, അതുപോലെ തന്നെ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരിപ്പൊടി, ഏലക്ക ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചക്ക 25 ചുളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കുരുവെല്ലാം കളഞ്ഞ് ക്ലീനാക്കി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതോടൊപ്പം തന്നെ അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ ചേർക്കുന്ന മാവ് ചേർക്കുക. ശേഷം നമ്മൾ നേരത്തെ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഏലക്കപ്പൊടി ഇഷ്ടമുള്ള ആളുകൾ അതുകൂടെ ചേർത്ത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ചക്കപ്പഴം തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ സാധാരണ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിൽ എണ്ണ പുരട്ടിയിട്ട് അതിന് മുകളിൽ മാവ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വാഴയില വിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു തവി മാവ് കോരി വെച്ച് ആ തവി കൊണ്ട് തന്നെ നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ അല്പം എണ്ണ തടവി നമ്മൾ ഈ വാഴയിലയിൽ പരത്തി വെച്ചിട്ടുള്ള ഈ ഇലയോട് കൂടെ തന്നെ നമ്മൾ ചട്ടിയിൽ വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളൊരു 1-2 മിനിറ്റ് അത് മൂടി വെച്ചുകൊണ്ട് വേവിക്കാം. അതിന് ശേഷം മൂടി ഓപ്പണാക്കി അതിൻ്റെ മുകളിൽ മറ്റൊരു വാഴയില കൂടെ വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ മൂടി വെക്കുകയാണ്. ഇങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സിമ്മിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഓപ്പണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.